അവരുടെ അടുത്ത് ഒരു മരണത്തിന് കാരണം അല്ലെങ്കിൽ ഒരു വിജയത്തിന് കാരണം സൂപ്പർ പവർ ആണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന അത്ര വിവരം അവർക്കുള്ളൂ. ആ വിവരമുള്ള 1000 വർഷം മുമ്പ് ഭൂമി പരന്നതാണെന്നും ചന്ദ്രൻ എന്ന് പറയുന്നത് ഒരു അത്ഭുത പ്രതിഭാസമാണെന്നും കൊടുങ്കാറ്റും ഇടിമിന്നലും ഒക്കെ ദൈവമാണെന്നും ഒക്കെ വിശ്വസിച്ചിരുന്ന ഒരു കാലത്തെ മനുഷ്യൻ വിശ്വസിച്ചിരുന്ന സാധനം ഇന്നും ഈ കമ്പ്യൂട്ടർ യുഗത്തിലും ഇന്റർനെറ്റ് യുഗത്തിലും ബഹിരാകാശ യുഗത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ വലിയ പൊട്ടത്തരം വേറെ എന്താ ഉള്ളത്? അത്രയുള്ളൂ ഞാൻ പറയുന്നത്. സയൻസിൽ എല്ലാ കാര്യത്തിനും തെളിവുകൾ വെച്ചിട്ടാണ് സംസാരിക്കുന്നത് അല്ലേ? ഈ മതത്തിലെ ഏതെങ്കിലും ഒരു കാര്യത്തിന് എന്തെങ്കിലും തെളിവുണ്ട്? ഉദാഹരണത്തിന് എല്ലാ മതങ്ങളിലും ഏറ്റവും ഭൂമിയിൽ എന്തെങ്കിലും ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാ സ്വർഗത്തിൽ ചെന്നിട്ടേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ഒരു ദൈവത്തിന് അല്ലെങ്കിൽ ഒരു മതവിശ്വാസത്തിന് സ്വർഗത്തിൽ എന്ത് വഴക്കം ചെയ്യാൻ പറ്റുന്നത്? അല്ലാഹു തആല മനുഷ്യന് വളരാൻ ആവശ്യമായ മാനസികമായ സിദ്ധികൾ കൊണ്ട് മനുഷ്യനെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് അവൻ വളരുന്നത്. പക്ഷെ ഈ വളർച്ചയുടെ പേരിൽ പോലും ഇന്ന് മനുഷ്യൻ അള്ളാഹയെ തള്ളി പറയണ കേട്ടാ തോന്നുന്നു ഇവൻ വളരാൻ കാരണം അവന്റെ ബുദ്ധി അവന്റെ ഉപ്പൂപ്പ കൊടുത്തതാണ്. ആര് കൊടുത്താലല്ല, ഈ ജന്തുക്കൾക്ക് അത് കൊടുത്തിരുന്നെങ്കിൽ, അതൊരു കോഴിക്ക് കൊടുത്തിരുന്നെങ്കിൽ കോഴി വളർന്നേനെ, ഒരു പോത്തിന് കൊടുത്തിരുന്നെങ്കിൽ പോത്ത് വളർന്നേനെ. നിനക്കാണ് മനുഷ്യ, നിനക്കാത് കിട്ടിയത്, അതുകൊണ്ട് അത് നിന്റേതാകുന്നത് എങ്ങനെയാ? നീ ചോദിച്ചിട്ട് തന്നതല്ലല്ലോ, നിന്റെ വലിയ കാരണവര് തന്നതുമല്ലല്ലോ. ഇത് തന്നതാരാ? ഇത് കോഴിക്ക് അത് കൊടുക്കാതിരുന്ന, ഒരു പോത്തിന് ഒരു കഴുതയ്ക്ക് അത് കൊടുക്കാതിരുന്ന ശക്തി ഏതോ ആ ശക്തി തന്നെയാണ് നിനക്കിത് തന്നത്. അതുകൊണ്ട് നീ എങ്ങനെയാ വലുതാവുക? നീ ആ ശക്തിയെ വെല്ലുവിളിക്കുന്നവനാവുക. സഹോദരങ്ങളെ, ഇത് ഇന്നത്തെ ആധുനിക ലോകത്തിന്റെ ചിന്താശൂന്യതയുടെ അടയാളമാണ്. അതുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ആരെങ്കിലും തൻ്റെ ലഹും ഖുലൂബുൻ ലാ യഅഖിലൂന ബിഹാ യഫ്ഖഹൂന ബിഹാ, ചിന്തയുണ്ട്, പക്ഷെ ചിന്തിച്ച് മനുഷ്യൻ എന്താണ് മൃഗം എന്താണെന്നുള്ള അന്തരം വേർതിരിച്ച് മനസ്സിലാക്കാൻ ഒരാൾക്ക് കഴിയുന്നില്ലെങ്കിൽ അത് മതി അവന് നരകം കിട്ടാൻ, വേറൊന്നും വേണ്ട എന്ന് ഞാൻ പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കുമോ? ചിന്തകനല്ലാത്തവന് നരകമാണോ എന്ന്? അതെ, ചിന്തകനല്ലാത്തവന് നരകമാണ്. അടിസ്ഥാനപരമായ ബോധ്യങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്ന അടിസ്ഥാന ചിന്തകളിലേക്കെങ്കിലും നമ്മുടെ അറിവുകൾ എത്തിക്കുന്നില്ലെങ്കിൽ നമുക്ക് നരകമാണ്. കാരണം എന്താ? ആ ചിന്തകൾ നമുക്കില്ലെങ്കിൽ നമുക്ക് അല്ലാഹ് ഉണ്ടെന്നുള്ള കാര്യത്തിൽ പോലും സംശയം വരും. അല്ലാഹ് ഉണ്ടെന്നുള്ളതിൽ സംശയം വരും. അല്ലാഹ് ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയം സൃഷ്ടിച്ചാൽ മതി ശത്രുവിന്, പിശാചിന് ലക്ഷ്യം നേടാൻ. പിശാച് ലക്ഷ്യം നേടുന്നത് അല്ലാഹ് ഇല്ലെന്ന് സ്ഥാപിച്ചോണ്ടല്ല. ഈ ലോകത്തൊരു ശക്തിക്കും അല്ലാഹു ഇല്ല എന്ന് സ്ഥാപിക്കാനും തെളിയിക്കാനും കഴിയില്ല. ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല, ഇനിയൊട്ട് കഴിയുകയുമില്ല. കാരണം ശാസ്ത്രീയമായി അല്ലാഹ് ഇല്ലെന്ന് തെളിയിക്കാൻ യാതൊരു ഓപ്ഷനും ഇല്ല. ഒരു നിലയ്ക്കും ശാസ്ത്രീയമായി അല്ലാഹ് ഇല്ലെന്ന് തെളിയിക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിൽ നിന്ന് ആളുകളെ പിശാച് അകറ്റുന്നതെന്ന് അറിയാമോ? പിശാച് അള്ളാഹുവിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്ന അള്ളാഹ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടാക്കിയ സംശയം മതി. സംശയിച്ചാൽ മനുഷ്യന്റെ വിശ്വാസത്തിന്റെ അടിവേരിളകും. അടിവേരിളക്കുക, വിശ്വാസം ഒരു അടിവേരാണ്. മസലു കലിമത്തിൻ തയ്യിബ കശജറത്തിൻ തയ്യിബത്തിൻ അസ്ലുഹാ സാബിത്തും വഫറുഹാ ഫിസ്സമാ. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന വിശുദ്ധ വചനത്തിന്റെ ഉപമ കശജറത്തിൻ തയ്യിബ, ഒരു വിശുദ്ധ മരം പോലെയാണ് ഈമാൻ. അസ്ലുഹാ സാബിത്തുൻ, അതിന്റെ അടിവേരുകൾ ഭൂമിയിൽ മണ്ണിൽ ആണ്ടിറങ്ങി നിൽക്കുകയാണ്. ഭൂമിയിൽ വേരുകൾ ആഴ്ന്നു നിൽക്കുന്ന ഒരു മരം പോലെയാണ് വിശുദ്ധ വചനം. വഫറുഹാ ഫിസ്സമാ, അതിന്റെ ചില്ലകൾ അന്തരീക്ഷത്തിൽ പരന്നു നിൽക്കുകയാണ്. തുഅതി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ, എല്ലാ സീസണിലും ആ മരം ഫലം തന്നുകൊണ്ടിരിക്കും. ഓൾ സീസൺ ഫ്രൂട്ട്സ് അതിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു മരമായിട്ടാണ് കലിമയെ, വിശ്വാസത്തെ, ലാ ഇലാഹ ഇല്ലല്ലാഹയെ അള്ളാഹു ഉദാഹരിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് ആണ്ടിറങ്ങി എത്രമാത്രം ഈ കലിമയുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആഴത്തിൽ ഇറങ്ങുന്നുവോ അത്ര കണ്ടാണ് അതിന്റെ ചില്ലകൾക്ക് ശക്തി ഉണ്ടാകുന്നത്, അന്തരീക്ഷത്തിൽ ചില്ലകൾ പടരുന്നത്. അതിനനുസരിച്ചാണ് എല്ലാ സീസണിലും അതിൽ നിന്ന് ഫലം തരുന്നത്. അതുപോലൊരു മരം പോലെയാണ്. പക്ഷേ ഈ ആഴത്തിൽ ഇറങ്ങേണ്ടുന്ന ഈ വേരിളകിയാലോ? കുഴിച്ചു വെച്ചു ഒരു ചെടി, എന്നിട്ട് ചെടി വളരുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി 1 മാസം കഴിഞ്ഞപ്പോൾ ഒന്ന് പറിച്ചു നോക്കി. കുഴപ്പമില്ല, വീണ്ടും കുഴിച്ചു വെച്ചു. 2 മാസം കഴിഞ്ഞപ്പം വീണ്ടും ചെടിക്ക് നല്ല വളർച്ച ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ഒന്നോടെ വെച്ച് നോക്കി, വീണ്ടും കുഴിച്ചു വെച്ചു. ആ ചെടി ഫലം തരുമോ? ഇതുപോലെയാണ് ഒരു മനുഷ്യൻ അള്ളാഹുവിലുള്ള അവന്റെ വിശ്വാസത്തെ, അവന്റെ ശരിയായ ചിന്തകൾ ഉപയോഗിച്ചുകൊണ്ട് അവൻ ബലപ്പെടുത്തിയില്ലെങ്കിൽ അവന്റെ വിശ്വാസത്തിന് ഇളക്കം സംഭവിക്കും. വിശ്വാസ വൃക്ഷത്തിന്റെ വേരുകൾ ഉലയും മതി, ആ വിശ്വാസിയിൽ നിന്നൊരു ഫലവും ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ്
ഒത്തിരി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടും ഒരു മുഅ്മിനിന് ഇന്ന് നന്മ ചെയ്യാനാവാത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ മുസ്ലിമിന് മദ്യപനാകാനാവുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കാരന് വ്യഭിചാരിയാകാൻ പറ്റുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കാരന് കൊലപാതകിയാകാൻ കഴിയുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവന് ഏത് തെറ്റും ചെയ്യാൻ മടിയില്ലാതാകുന്നത്, അവന്റെ നാവിൽ നിന്ന് നന്മകൾ വരാത്തത്, അവന്റെ വ്യവഹാരങ്ങൾ അവന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് നന്മകൾ വെളിയിൽ വരാത്തത്, കലിമയുടെ മരം അവന്റെ മനസ്സിന്റെ നനുത്ത മണ്ണിൽ ആഴത്തിൽ വേരുറങ്ങിയിട്ടുണ്ട് എങ്കിൽ ആ കലിമ വൃക്ഷത്തിന്റെ ചില്ലകളിൽ ഫലം പുഷ്പിച്ചു നിൽക്കുന്ന കാഴ്ച കാണാം. അത് എല്ലാ സീസണിലും ഫലം തരും. രാവിലെ ഒരു വിശ്വാസിയുടെ സ്വഭാവം നല്ലത്, ഉച്ചയ്ക്ക് മോശമെന്ന സ്ഥിതി വരികയില്ല. ഉച്ചയ്ക്ക് നല്ലത്, വൈകുന്നേരം മോശമാ ചിലരെ കുറിച്ച് പറയാറുണ്ടല്ലോ. അയാൾ നല്ല മൂഡിലല്ല, അതുകൊണ്ട് നല്ല സമയം നോക്കി പോയി കാണണമെന്ന് ചിലരെ കുറിച്ച് പറയാറുണ്ട്. ഒരു മുഅ്മിൻ ഒരിക്കലും അങ്ങനെ ആവുകയില്ല. അവൻ എപ്പോഴും ഒരേ മൂഡിലായിരിക്കും. അവന്റെ ചിരിക്കുന്ന മുഖം രാവിലെ ഉള്ളത് ഉച്ചയ്ക്കുമായില്ല, ഉച്ചയ്ക്കുള്ളത് വൈകുന്നേരം ആയില്ല. അവൻ വാ തുറന്നാൽ ആരെയും ചീത്ത പറയുകയില്ല എന്നുള്ള നിലപാടിന് ഓൾ സീസണിൽ ഏത് സീസണിലും അവൻ നല്ലതേ പറയൂ. അവൻ ആരെ കുറിച്ചും നുണ പറയുകയില്ല, ഒരു സീസണിലും നുണ പറയില്ല. അവൻ ആരെയും വഞ്ചിക്കില്ല. ഒരു സീസണിലും അവൻ സുഖത്തിന്റെയോ ദുഃഖത്തിന്റെയോ ഒരു സീസണിലും അവൻ ആരെയും വഞ്ചിക്കുകയില്ല. സത്യവിശ്വാസി ഈമാന്റെ വൃക്ഷവേരുകൾ മനസ്സിന്റെ നനുത്ത മണ്ണിൽ ആഴത്തിൽ വേരിറങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ്. മനസ്സിലാക്കാൻ ഇതിൽ പരം ഉദാഹരണം വേണോ? ചിന്തിക്കുന്നവൻ ഇത് മനസ്സിലാകൂ. പക്ഷേ വിശ്വാസത്തെക്കുറിച്ച് എവിടെടാ നിന്റെ അള്ളയെന്ന് ഏതെങ്കിലും ഒരുത്തൻ ഒരു യുക്തിവാദി ചോദിക്കുമ്പോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാറ്റലിസ്റ്റ് ഒരു കന്നാലിവാദി ചോദിക്കുമ്പോൾ, മൃഗവാദി ചോദിക്കുമ്പോൾ, അല്ലെങ്കിലും എവിടെയാടാ അള്ള എന്നൊരു സംശയമുണ്ടായാൽ നീ കുഴിച്ചു വെച്ച നിന്റെ വിശ്വാസത്തിന്റെ വേര് നീ ഒന്ന് പറിച്ചു നോക്കി, ഒന്ന് ഒലച്ചു നോക്കി. ആ ഈമാനിൽ നിന്നൊരിക്കലും നല്ല ഫലം ഉണ്ടാവുകയില്ല. ആ ഈമാൻ എപ്പോഴും എല്ലാ സീസണിലും സൽഫലങ്ങൾ തന്നുകൊണ്ടിരിക്കുകയില്ല. നിന്റെ പ്രകൃതങ്ങൾ മാറിക്കൊണ്ടിരിക്കും, നിന്റെ സ്വഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി. തീർച്ചയായും കാലത്തിൽ അറാബു ആമന്ന, കാടന്മാരായ അറബികൾ പറഞ്ഞു, അപരിഷ്കൃതന്മാർ വന്ന് പറഞ്ഞു നബിയോട്, ഞങ്ങൾ ഈമാൻ ഉള്ളവരാണെന്ന്. ആമന്ന വലാകിൻ ഖൂലു അസ്ലംന. നബിയെ അവരോട് പറയൂ, വിശ്വസിച്ചു എന്ന് നിങ്ങൾ പറയണ്ട, വേണമെങ്കിൽ മുസ്ലിങ്ങളാന്ന് പറഞ്ഞോളൂ. ഖൂലു അസ്ലംന. നമ്മളോടും പറയാനുള്ളതാ, ഈമാൻ ഉണ്ടെന്ന് പറയരുതേ. വേണം മുസ്ലിങ്ങൾ അതുലുക്കന്മാരാന്ന് പറഞ്ഞോളൂ. വലാകിൻ ഖൂലു അസ്ലംന. ഈമാൻ ഉണ്ടെന്ന് പറഞ്ഞേക്കരുതേ. എന്താ ഈമാൻ ഉണ്ടെന്ന് പറയുന്നതിന്റെ തകരാറ്? ചിന്തിച്ചിട്ടില്ല. ചിന്തയുടെ വേരുകൾ അള്ളാഹുവിന്റെ ഏകത്വത്തിന്റെ അസ്തിത്വത്തിന്റെ ഉറപ്പുള്ള വേരുകൾ മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളറകളിലേക്ക് ചിന്ത കൊണ്ട് വേരാഴ്ത്തിയിട്ടില്ല, അണ്ടിറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ആമന്നാന്ന് പറയരുതേ, എനിക്ക് ഈമാൻ ഉണ്ടെന്ന് പറയരുതേ. വലാകിൻ ഖൂലു അസ്ലംന. മുസ്ലിങ്ങളാ ഞങ്ങളെന്ന് പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എന്തോരം മുസ്ലിങ്ങളുണ്ട്. അവരൊരിക്കലും അവരുടെ നന്മയുടെ മരങ്ങൾ, ചില്ലകൾ ആകാശത്ത് പടർന്നു നിൽക്കുന്ന കാഴ്ച കണ്ടോളുമെന്നില്ല. എല്ലാ സീസണിലും എല്ലാ സീസണിലും അത് സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും സങ്കടത്തിന്റെയും സന്തോഷത്തിന്റെയും സമ്പന്നതയുടെയും ദാരിദ്ര്യത്തിന്റെയും എല്ലാ സമയത്തും ഉത്തമമായ മൂല്യങ്ങളല്ലാതെ അവരിൽ നിന്ന് വെളിയിൽ വരില്ല എന്ന സ്വഭാവം ഈ പറഞ്ഞ ആളുകളിൽ നിന്ന് കാണാൻ കഴിയുകയില്ല. അതുകൊണ്ട് ആമന്ന എന്ന് പറയാതെ വെറുതെ വിശ്വസിച്ചു എന്ന് പറഞ്ഞ ആളുകളെ പറ്റിക്കാതെ, വലാകിൻ ഖൂലു അസ്ലംന, മുസ്ലിങ്ങളാന്ന് പറഞ്ഞോ. വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും. ഈമാൻ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വേര് പിടിച്ചിട്ടില്ല. കണ്ടോ, ഈ മസലു കലിമത്തും തയ്യിബാന്ന് ഒരു ഭാഗത്ത് എന്തിനാ ഈ മരമായിട്ട് ഇതിനെ ഉദാഹരിച്ചെന്നുള്ളത്? ഇവിടെ അല്ലാഹു തആല അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും. ചിന്ത കൊണ്ട് അള്ളാഹുവിന്റെ അസ്തിത്വത്തെ തിരിച്ചറിഞ്ഞ് നിന്റെ ഉള്ളിൽ അള്ളാഹ് ഉണ്ടെന്ന് ഏത് സമയത്തും ആര് പറഞ്ഞാലും ഏത് ശക്തി പറഞ്ഞാലും ഇളകാത്ത വിധത്തിൽ അള്ളാഹുവിന്റെ അസ്തിത്വത്തിന്റെ വേര് നിന്റെ ഉള്ളിൽ ഇറങ്ങിയിട്ടില്ല. വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും. നിന്റെ ഉള്ളിൽ വിശ്വാസത്തിന്റെ വേരിറങ്ങിയിട്ടില്ല. വിശ്വാസത്തിന്റെ വേരിറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല പറയുകയാണ്, ഈ വേരിറങ്ങൽ പ്രധാനമാണ്.
ഈമാന്റെ വേറിറങ്ങണം. നമ്മുടെയൊക്കെ ഈമാൻ ഉണ്ടെന്ന് പറയുന്ന സമൂഹത്തിന്റെ അപജയത്തിന്റെ, അധപ്പതനത്തിന്റെ, അള്ളാഹുവിന്റെ സഹായം തടുത്തു വെക്കപ്പെടുന്നതിന്റെ കാരണം എന്താ? വേറിറങ്ങുന്ന ഈമാൻ. ഖുർആൻ പഠിപ്പിക്കുന്ന ഈമാൻ വേറിറങ്ങിയ ഈമാനാണ്. വേറിറങ്ങുന്നത് ചിന്തയിൽ നിന്നാണ്. വലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാണോ യഖ്തുലൂന ബിഹാണോ? യഫ്ഖഹൂന ബിഹാ. വലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അവർക്ക് ഖൽബുണ്ട്, ചിന്താശേഷിയുള്ള മനസ്സുണ്ട്. പക്ഷെ അതുകൊണ്ട് അവർ ചിന്തിച്ച് കാര്യങ്ങൾ ഗ്രഹിച്ചില്ല. ഒറ്റ കാരണം കൊണ്ടാണ് നരകം കൊടുക്കുകയെന്ന്. നരകം കൊടുത്തതേ അല്ല കൊന്നിട്ടും കൊല വിളിച്ചിട്ടും വ്യഭിചരിച്ചിട്ടും പഠിച്ചു പറിച്ചിട്ടും ഒന്നുമല്ല. അവൻ ചിന്തിച്ചില്ലെന്ന കാരണം കൊണ്ട് നരകമാണ് പോൽ. ചിന്തിച്ചാലേ അള്ളാഹുവിന്റെ അസ്തിത്വത്തിന്റെ അടിവേരുകൾ മനുഷ്യന്റെ മനസ്സിലിറങ്ങുകയുള്ളൂ. അതിനെ ഉലയ്ക്കാൻ ഒരു യുക്തിവാദിക്കും കഴിയില്ല. ഏതെങ്കിലും കാറ്റലിസ്റ്റിന്റെ ഒരു ചോദ്യത്തിന് അതിന്റെ അടിവേരിളക്കാൻ കഴിയുകയില്ല. നിങ്ങൾ വെറുതെ പറയരുത് ആമന്ന എന്ന്, വിശ്വസിച്ചു എന്ന്. വേണേ മുസ്ലിങ്ങളാന്ന് പറഞ്ഞുകൊണ്ടാണെന്നോ ഒന്നും വായിക്കൂല, ഒന്നും പഠിക്കൂല, ഖുർആൻ പഠിക്കൂല, അള്ളാഹ് ഉണ്ടെന്ന് തെളിയിക്കുന്ന ഉദാഹരണങ്ങളിലേക്ക് ചിന്തിക്കൂല. അള്ളാഹ് ഉണ്ടെന്ന് വെറുതെ മനസ്സിലാവുമോ? അള്ളാഹ് ഉണ്ടെന്നൊന്നും വെറുതെ മനസ്സിലാവുന്നില്ല ആർക്കും. നന്നായി ചിന്തിക്കണം. ഖുർആൻ ചിന്തിക്കാനാ പറയണത്. ചിന്തിക്കുന്ന പുസ്തകം, ചിന്തിക്കുന്ന ഗ്രന്ഥം, അതാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്ത് നമ്മുടെ ജീവിത വ്യവഹാരത്തെ അതാണ് ഉടച്ചു വാർക്കുന്നത്, ലോകത്ത് വിപ്ലവം തീർക്കുന്നത്. ചിന്തിക്കുന്നവനെ ചിന്തിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആനെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹമാണ്. അല്ലാഹു പറയുകയാണ്, ദയവായി ഈമാനുണ്ടെന്ന് പറയരുതേ, ദയവായി ഈമാനുണ്ടെന്ന് പറയരുതേ. ഈമാനും പറ്റില്ല, ഇസ്ലാം ഉണ്ടെന്ന് പറഞ്ഞോളൂ. ഈമാൻ ഉള്ളിൽ ഇറങ്ങിയിട്ടില്ല. വലമ്മാ യദ്ഖുൽ ഈമാനു ഫീ ഖുലൂബിക്കും. എന്നിട്ടല്ല പറയുകയാണ്, ഇന്നമൽ മുഅ്മിനൂൻ അല്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി. ആരാണ് മുഅ്മിനീങ്ങൾ എന്ന് ഞാൻ പറഞ്ഞുതരാം. മുഅ്മിനീങ്ങളാന്നും പറഞ്ഞ് നിങ്ങൾ ബിംബ് പറഞ്ഞ് നടക്കാതെ, ഇന്നമൽ മുഅ്മിനൂൻ, തീർച്ചയായും മുഅ്മിനീങ്ങളാരെന്നറിയുമോ? അല്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും റസൂലിലും ശരിക്കും വിശ്വസിച്ചവരാണ്, ഉറച്ചു വിശ്വസിച്ചവരാണ്. സുമ്മലം യർതാബു, പിന്നീട് അതിൽ അവർക്ക് ഒരു കാലത്തും ഒരു സംശയവും തോന്നിയിട്ടില്ല. വിശ്വാസത്തിന്റെ അടിവേരുകളെ ഇളക്കിയൊരു യുക്തിവാദി ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഇളക്കി നോക്കിയിട്ടില്ല. ഉണ്ടോ അല്ലാഹ്? നബി തന്നെയാണോ? ഖുർആൻ ശരിക്കും പുസ്തകമാണോ? നബി എഴുതിയതാണോ? അതോ അല്ലാഹ് ഇറക്കിയതാണോ? ഇങ്ങനെ ഇളകുന്ന ഉലയുന്ന വിശ്വാസത്തിന്റെ വേരുകൾ, ഉലയുന്ന വേരുകളുള്ള അവൻ ഒരിക്കലും ഈ ലോകത്ത് നല്ല ഒരു മുഅ്മിനാവില്ല, വിശ്വാസിയാവില്ല. അവന്റെ ഗുണങ്ങൾ ഈ ലോകത്ത് ലോകം കാണുകയില്ല. എന്നല്ല, അവന് അല്ലാഹ് വാഗ്ദാനം ചെയ്ത വാഗ്ദാനങ്ങൾക്ക് അവരൊട്ട് അർഹരാവുകയുമില്ല. അതുകൊണ്ട് ഈമാൻ മുഅ്മിനാകണമെങ്കിൽ തുമ്മലം യർതാബു, പിന്നീട് അവർ സംശയിച്ചിട്ടുണ്ടാവരുത്. സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ എന്തിനാണ് ഈ മക്കൾ ഇവിടെ ഇരുന്ന് ഖുർആൻ പഠിക്കണേ? ചില ആളുകളൊക്കെ ചോദിക്കും, വേറെ പണിയൊന്നുമില്ല എന്നൊക്കെയാണ് പല ആളുകളുടെയും വിചാരം. പക്ഷെ ഈ ഖുർആൻ ഇത് മാത്രമാണ് ഈ ലോകത്ത് മനുഷ്യനെ ചിന്തിപ്പിച്ചത്. ഈ ലോകത്ത് പടച്ച തമ്പുരാന്റെ അസ്തിത്വത്തിന്റെ അടിവേരുകൾ നമ്മുടെ മനസ്സിൽ ആഴ്ത്തി തന്ന് അള്ളാഹു പറയുന്നുണ്ട്, അഫലാ യൻളുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്ത്. ആ മനുഷ്യർ കണ്ടില്ലയോ ഒട്ടകത്തെ പടയ്ക്കപ്പെട്ടത് എങ്ങനെയാണെന്ന്? ഒട്ടകം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മരുഭൂമിയിലെ കപ്പലാണല്ലോ. അത്ഭുതകരമായ ഘടനയോടുകൂടി, ശരീരഘടനയോടുകൂടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒട്ടകത്തെ കണ്ടില്ലയോ? എന്തുറൂന, ഗവേഷണം ചെയ്തില്ലയോ? നളറ, നല്ല ഗവേഷണമാണ്. ചിന്തിക്കണം നമുക്ക്. അള്ളാഹുവിന്റെ ഖുർആൻ നമ്മെ ചിന്തിപ്പിക്കുകയാണ്. ചിന്തയുടെ ആഘോഷമാണ് ഖുർആൻ, ചിന്തയുടെ ആനന്ദമാണ് ഖുർആൻ. ഇത്തരം ചിന്തകളിലൂടെ ഒരു മനുഷ്യന്റെ ആത്മാവ് അനുഭവിക്കുന്ന അനുഭൂതികളിലൂടെയാണ് അള്ളാഹു അനുഭവമായി മാറുന്നത്. ആകാശത്തേക്ക് നോക്കിയില്ലയോ അവർ? ആകാശത്തെ കുറിച്ച് അവർ ചിന്തിച്ചില്ലയോ? അവർ ഗവേഷണം ചെയ്തില്ലയോ? എങ്ങനെയാണ് ആകാശം പൊങ്ങി നിൽക്കുന്നത്? ചിന്തിക്കണ്ടേ? എങ്ങനെയാണ് ഈ ആകാശം പൊങ്ങിയിരിക്കണേ? ഒരു കല്ലെടുത്ത് ആകാശത്തേക്ക് വലിച്ചെറിഞ്ഞാൽ അപ്പൊ താഴോട്ട് വരും. ഒരു കടലാസ് വലിച്ചെറിഞ്ഞാൽ താഴോട്ട് വരും. ഒരു കുപ്പിയിൽ നിന്ന് വെള്ളം പൊക്കി എറിഞ്ഞാൽ താഴോട്ട് വരും. ഈ ഭൂമിയേക്കാൾ ഭൂമി ആകാശ സീമകളിൽ എങ്ങനെയാ പൊങ്ങി നിൽക്കുന്നേ? ഭൂമിയേക്കാൾ 13.5 ഉയർന്നു നിൽക്കുന്നത്. എങ്ങനെ ഉയർന്നു നിൽക്കാൻ പറ്റും? ഒരു പിടുത്തവും ഇല്ലാതെ ആകാശ സീമകളിൽ ഈ മഹാഭൂമിയേക്കാൾ 13.5 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള
ഈ ആകാശം എങ്ങനെയാണ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത്? അങ്ങനെ പൊങ്ങി നിൽക്കാൻ പാടില്ലല്ലോ. വെയിറ്റുള്ള സാധനം താഴോട്ട് വേണ്ടേ? അതോടൊപ്പം തന്നെ ഈ ഭൂമിയും 13.5 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള സൂര്യനും ചേർന്നാൽ ഒരു സൗരയൂഥമാണ്. അതുപോലത്തെ 10,000 കോടി സൗരയൂഥമുണ്ടല്ലോ ആകാശ സീമകളിൽ. ആർത്തിരമ്പുന്ന അനേക ലക്ഷം ഗോളങ്ങളാണല്ലോ. ആ ഗോളങ്ങളെല്ലാം എങ്ങനെയാ പൊങ്ങി നിൽക്കുന്നത്? 10,000 കോടിയല്ലേ? 10,000 കോടി എന്ന് പറഞ്ഞാൽ കയ്യും കണക്കുണ്ടോ? 10,000 കോടി വരെ 1, 2, 3, 4 എണ്ണി തീർക്കാൻ 2,500 കൊല്ലം വേണം. 10,000 കോടി വരെ 1, 2, 3, 4, 5, 6, 7 എണ്ണി തീർക്കാൻ 10,000 കോടി വരെ എണ്ണാൻ എത്ര സമയം വേണം? 2,500 കൊല്ലം. നിങ്ങൾക്ക് വിശ്വാസം വന്നിട്ടില്ല? എന്നാ നിങ്ങൾ സെർച്ച് ചെയ്തോ? നിങ്ങൾ ശരിക്കും പോയിട്ട് കാൽക്കുലേറ്റർ എടുത്ത് സെർച്ച് ചെയ്തോ? 2,500 കൊല്ലം വേണം. അത്രയും 10,000 കോടി ഗോളങ്ങൾ, സൗരയൂഥങ്ങൾ. ആ 10,000 കോടി സൗരയൂഥങ്ങൾ ചേർന്നാൽ ഒരു ഗാലക്സിയാണ്. അതുപോലത്തെ 10,000 കോടി ഗാലക്സികൾ. അതെത്രയുണ്ടെന്ന് എണ്ണി തീർക്കാൻ 2,500 ഇൻറ്റു 2,500 കൊല്ലം ഇരുന്ന് എണ്ണണം. 2,500 ഇൻറ്റു 2,500 എത്രയാണോ അത്രയും കൊല്ലം എണ്ണിയാലേ ഉള്ളൂ ഇപ്പൊ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്ന ഈ സൗരയൂഥങ്ങളും ഗാലക്സികളും വെറുതെ ഒന്ന് തൊട്ടെണ്ണി തീർക്കാനാവുകയുള്ളൂ. അത്രയും ആകാശഗോളങ്ങൾ അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്നതിനെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്. എങ്ങനെയാണ് അത് ഉയർന്നു നിൽക്കുന്നത്? നിങ്ങൾ ചിന്തിക്കാത്തതെന്ത്? ചിന്തിക്കണം. അത് ചിന്തിക്കുമ്പോഴാണ് ഒരു അള്ളയുണ്ടെന്ന് ഉറപ്പാകുന്നത്. ഒരള്ളയില്ലാതെ, ഒരു ശക്തിയില്ലാതെ, ഒരു മഹാശക്തിയില്ലാതെ ഇതിനെ പിടിച്ചു നിർത്താനാവില്ലെന്നറിയുന്നത്. അപ്പോഴാണ് നമ്മുടെ മനസ്സിൽ ആര് പറഞ്ഞാലും ഇളകാത്തത്. വശംസു തജ്രി ലിമുസ്തഖറിൽ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. ലോകമുണ്ടായ കാലം മുതൽ ദശലക്ഷം വർഷങ്ങളായി എന്ന ആളുകൾ പറയുന്നുവല്ലോ, സയന്റിസ്റ്റുകൾ പറയുന്നല്ലോ. നമ്മുടെ ഭൂമിയേക്കാൾ 13.5 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള ഒരു സൂര്യൻ കിഴക്കേ ചക്രവാളത്തിൽ ഉദിക്കുകയാണ് എല്ലാ ദിവസവും. ഉച്ചയ്ക്ക് തലയ്ക്ക് മുകളിൽ തീജിതറി പ്രകാശം വിതറി നിൽക്കുകയാണ്. വൈകുന്നേരമാകുമ്പോൾ ഒരു തീപ്പന്ത് പോലെ പടിഞ്ഞാറ് പോയി അമരുകയാണ്. ആരാണ് ഈ സൂര്യനോട് പറഞ്ഞത് ഇങ്ങനെ ഉദിക്കണം, ഈ ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് 50 ഡിഗ്രിയിൽ താഴെ ചൂട് വേണമെന്ന്, അവയ്ക്ക് ജീവിക്കാൻ ജന്തുജാലങ്ങൾക്ക്, ജീവജാലങ്ങൾക്ക് പ്രകാശം വേണമെന്ന്, അതുകൊണ്ട് ഈ ഉദയപ്രയാണം, ഈ പ്രക്രിയ അവസാനിപ്പിക്കരുതെന്ന് ആരാണ് ആ സൂര്യനോട് പറഞ്ഞത്? അതിന് ഭ്രാന്താണോ? ലക്ഷം വർഷമായിട്ട് ഇങ്ങനെ ഉദിച്ചുകൊണ്ടിരിക്കാൻ അതിന് ഭ്രാന്താ? ഒന്ന് വഴിമാറി പോകാൻ പോലും തോന്നിയില്ലല്ലോ ഇതുവരെ. ആരോ അതിനോട് പറയാതെ അതിന് സ്വയം തോന്നുമോ? ഏതെങ്കിലും ഒരു പ്രകൃതി വസ്തുവിന് വെറുതെ അങ്ങനെ തോന്നാമോ? ആരാണതിനെ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നത്? ചന്ദ്രനെ കുറിച്ച് അവർ ചോദിക്കും, എന്തിനാണ് ഇങ്ങനെ പിറയായി ഉദിക്കുന്നതെന്ന്. അങ്ങനെയല്ലേ? ഒരു ചന്ദ്രൻ എന്ന് പറയുന്നത് ഒരു പൂർണ്ണവൃത്തമാണ്. പൗർണമി രാവിലെ അത് പൂർണ്ണവൃത്തത്തിലാണ്, 100% റൗണ്ടിലാണ്. 2 ദിവസങ്ങളിൽ 2 റൗണ്ടിലാണ്, 2 ദിവസങ്ങൾ പൂർണ്ണ റൗണ്ടിലാണ്. പക്ഷെ തുടങ്ങുന്നത് തേങ്ങാപ്പൂള് പോലെയാണ്. പിന്നീട് അത് അല്പം വലുതാവുകയാണ്, പിന്നീട് അല്പം വലുതാവുകയാണ്, പിന്നെ അർത്ഥവൃത്തമാവുകയാണ്, പിന്നീട് പൂർണ്ണവൃത്തമാവുകയാണ്, പിന്നീട് പഴയതുപോലെ താഴോട്ട് വരികയാണ്. എന്തിനാണിത്? ആര് പറഞ്ഞിട്ട്? എന്തിനാണത്? ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്റെ കലണ്ടറാണ്. സമയമറിയാൻ അവന്റെ മുമ്പിൽ വേറെ വഴി വല്ലതുമുണ്ടോ? 1-ാം തീയതിയും 2-ാം തീയതിയും 3-ാം തീയതിയും അറിയാൻ ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ചാൽ മതിയെന്ന്. അങ്ങനെ നന്നായി ചന്ദ്രനെ നിരീക്ഷിക്കാൻ അറിയുന്ന ഏതൊരാൾക്കും ചന്ദ്ര നിരീക്ഷകന്മാരുണ്ടെങ്കിൽ ഓരോ പിറ നോക്കിയാലും അവർക്കറിയാം ഈ പിറ 1ആണെന്നറിയാം. 2-ാം പിറ നോക്കുന്നവർക്ക് 2ആണെന്നറിയാം. 3-ാം പിറ നോക്കുന്നവർക്ക് 3ആണെന്നറിയാം. പക്ഷെ ഇന്ന് പിറ നോക്കി പ്രഖ്യാപിക്കുന്ന കാളിക്ക് പോലും നോക്കാൻ അറിയില്ല. കാളിയുടെ കൂട്ടത്തിൽ തന്നെ പിറ നോക്കി തീയതി പറയാൻ അറിയുന്നവരില്ല. അള്ള പറഞ്ഞതാ അത് നോക്കിയാൽ നിനക്ക് സമയമറിയാന്ന്. അത് നോക്കിയാ മതി. പിറ അതിനാ അങ്ങനെ വെച്ചേക്കണത്. ഓരോ ദിവസത്തെയും പിറയുടെ വ്യത്യാസം 1, 2, 3, 4 എന്ന് തരംതിരിച്ച് ലോകത്തിന് കലണ്ടറാക്കാൻ വേണ്ടി അള്ളാഹു താല വെച്ചതാണ്. ആ ക്രമം തെറ്റിച്ച് അതിന്റെ നിഴൽപ്പാടുകളിൽ വ്യത്യാസം വരുത്തി ഉദിക്കാൻ പോലും കഴിയാത്ത അച്ചടക്കത്തിന് ഈ ചന്ദ്രൻ വിധേയമായി. ആകാശസീമകളിൽ എങ്ങനെയാണ് ഇത് ഉയർന്നു നിന്നിങ്ങനെ ഉദിക്കുന്നതെന്ന് ചോദിക്കുക. അത് മനുഷ്യന്റെ കലണ്ടർ അല്ലേ? അത്ഭുതം. അള്ള ചോദിക്കുക, ചിന്തിച്ചിട്ടുണ്ടോ? വേണമെങ്കിൽ ഒറ്റ വൃത്തത്തിലും ഉദിച്ചാൽ പോരെ. ഈ നിഴലൊന്നും ഇല്ലാതെ ഉദിച്ചാലും ചന്ദ്രനാവൂലേ? എന്തിനാണത് ഇങ്ങനെ ഉദിക്കാൻ? ആരാണ് അതിനോട് പറഞ്ഞത്? ആ പറഞ്ഞ ശക്തിയെ അറിയുമ്പോൾ മാത്രമാണ് ഈമാൻ ഇറങ്ങുക. അങ്ങനെ ഇറങ്ങിയ ഈ പ്രപഞ്ചത്തിലെ ഓരോ അണുവിനെയും കണികയെയും ബ്രഹ്മ അണ്ടകടാഹത്തെയും ചെറുതിനെയും വലുതിനെയും ഒക്കെ
കൺട്രോൾ ചെയ്യുന്ന ഒരു ശക്തി ഉണ്ടെന്ന് ബുദ്ധി കൊണ്ട് തിരിച്ചറിഞ്ഞ ഇതല്പം ചിന്തിക്കുന്നവനെ മനസ്സിലാവുള്ളൂ. അല്പം ബുദ്ധിയുടെ ആവശ്യമുണ്ട്. അതിനാണല്ലോ തല തന്നേക്കണേ, അതിനാ തലച്ചോറ് തന്നേക്കണേ. ഇതില്ലാത്തത് കൊണ്ടാണ് താറാവിന് വളരാൻ കഴിയാഞ്ഞത്. ഇതില്ലാത്തതുകൊണ്ടാണ് കഴുതയ്ക്ക് നമ്മളെക്കാൾ അറിവ് ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന കഴുതയ്ക്ക് വളരാൻ കഴിയാഞ്ഞത്. ഇതില്ലാത്തത് കൊണ്ടാണ് കഴുതയോളമോ താറാവിനോളമോ തിരിച്ചറിവ് ചെറുപ്പത്തിൽ ഇല്ലാഞ്ഞ നമുക്ക് വളരാൻ കഴിഞ്ഞത്. ഇതുകൊണ്ടാ, ഇത് ഉപയോഗിച്ചാലാണ്. ഇത് ഉപയോഗിക്കാൻ വേണ്ടി നമ്മെ പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. അതുകൊണ്ടാണ് അല്ലാഹു തആല എല്ലാ വെള്ളിയാഴ്ചയും ഇമാമ പള്ളിയിൽ മിമ്പറിൽ നിന്നുകൊണ്ട് ഓതി കേൾപ്പിക്കണമത്രേ. അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്. ഇമാം മഅ്മൂമിങ്ങളെ എല്ലാ വെള്ളിയാഴ്ചയും കേൾപ്പിക്കണം. നിങ്ങൾ ഒട്ടകത്തെ കണ്ടില്ലയോ, എങ്ങനെ അത്ഭുതകരമായിട്ടാണ് അതിന്റെ ആവശ്യമറിഞ്ഞതിനെ സൃഷ്ടിച്ചതെന്ന്. മരുഭൂമിയിലെ കിലോമീറ്ററുകൾ താണ്ടുന്ന വെള്ളമില്ലാത്ത മരുപ്പറമ്പിലൂടെ യാത്ര ചെയ്തു പോകുമ്പോ അതിനാവശ്യമായ വെള്ളം അതിന്റെ അന്തർഭാഗത്ത് ശേഖരിച്ചു വെച്ചുകൊണ്ട് വെള്ളമില്ലാത്ത മരുഭൂമി താണ്ടാൻ പാകത്തിന് ജലത്തിന്റെ ബ്ലാഡറുകൾ ഉള്ളിൽ സംക്ഷേപിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ ഒട്ടകത്തെ പടച്ചതെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ അത് തീർച്ചയായും പടച്ച ഒരുത്തനുണ്ട്, ഒരു പടച്ചവനുണ്ടെന്നറിയും. ആരോ പടച്ചു, അവനാ പടച്ചവൻ. ആരാ പടച്ചവൻ? ആരാ പടച്ചവൻ? ആരോ പടച്ചു. വൺ ഹൂ പടച്ചു, ഹി ഈസ് പടച്ചവൻ. വൺ ഹൂ ക്രിയേറ്റ്, ഹി ഈസ് ക്രിയേറ്റർ. അതാണ്. അതാ ക്രിയേറ്റർ എന്ന് പറഞ്ഞാൽ കർത്താവ്. കർത്താവ് ഉണ്ടെന്നറിയാം, ക്രിയേറ്റർ ഉണ്ടെന്നറിയാം. അതിന്റെ പേരാ പടച്ചോൻ. നല്ല വാക്കാ. അള്ളാഹ്ക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല വാക്കെന്താ? പടച്ചോനുണ്ട്. അറിഞ്ഞു വെച്ചുകൊണ്ട് പടച്ചതാണ് അവനെ, ആ വസ്തുവിനെ എന്നറിയാം. അറിഞ്ഞു വെച്ച് പടച്ചിട്ട് കൽപ്പിച്ച് കൃത്യമായി ലക്ഷോപലക്ഷം വർഷങ്ങളായി റൂട്ട് തെറ്റാതെ സൂര്യൻ സഞ്ചരിക്കുന്നത് ചിന്തിക്കുന്നവനറിയാം. ചന്ദ്രൻ കൃത്യമായി ഉദിക്കുന്നു അസ്തമിക്കുന്നു എന്ന് മാത്രമല്ല, അതിന്റെ നിഴലിൽ പോലും വ്യത്യാസമില്ലാതെ 1-ാം തീയതിക്ക് ഒരു അളവാണ്, 2-ാം തീയതിക്ക് മറ്റൊരളവാണ്, 3-ാം തീയതിക്ക് മറ്റൊരളവാണ്, 4-ാം തീയതിക്ക് മറ്റൊരളവാണ്. അങ്ങനെ അതിന്റെ നിഴലിൽ പോലും കൃത്യത സൂക്ഷിച്ചുകൊണ്ട് ഭൂമിയുടെ ചക്രവാളത്തിൽ ഉദിച്ചു വരാൻ ചന്ദ്രനെ പ്രേരിപ്പിക്കുന്ന ശക്തിയുണ്ടെന്നറിയാം. ചിന്തിക്കാം.